ഒരു പ്രമുഖ യൂട്യൂബർ കഴിഞ്ഞ ജൂലൈ 13 മുതൽ എന്നെ നിരന്തരമായി മോശമായ വീഡിയോകളിട്ട് ഭയങ്കരമായ രീതിയിൽ എന്നെ അപമാനിക്കുകയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ, കുടുംബജീവിതത്തെ, എൻ്റെ മിഷണറി വൈദിക ജീവിതത്തെ എല്ലാം താറടിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന യൂട്യൂബർക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കോട്ടയം പോലീസ് മേധാവിക്കും പരാതി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തുനിന്നും ആ യൂട്യൂബറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രതിയെ കണ്ട് ബോധിപ്പിക്കേണ്ടതിനായിട്ട് ഇവിടുത്തെ SHO എന്നെ ഇവിടെ വിളിച്ചു വരുത്തുകയും ഞാൻ പ്രതിയെ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തു. FIRൻ്റെ നമ്പർ 944/2026 എന്നുള്ള FIR നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കോടതിയിൽ രാവിലെ ഹാജരാക്കുമെന്നാണ് SHO എന്നോട് പറഞ്ഞിരിക്കുന്നത്. പ്രതി ഇവിടെ ലോക്കപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ബിഷപ്പ് അങ്ങനെ കേസ് കൊടുത്ത് യൂട്യൂബറെ അകത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ആരാണ് ആ യൂട്യൂബർ എന്ന് പുള്ളി പറഞ്ഞിട്ടില്ല, പക്ഷെ മലപ്പുറത്തുകാരനാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മലപ്പുറത്തുകാരനാണോ മലപ്പുറത്തുകാരിയാണോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ബിഷപ്പ് ഈ ഒരു വിഷയത്തിൽ പോലീസിന് കേസ് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ആ യൂട്യൂബർ ലോക്കപ്പിലാണ് എന്നുള്ള തരത്തിലാണ് ആ വീഡിയോയിൽ പറയുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് പലരുടെയും പേരുകൾ പറയുന്നുണ്ട്. ബിഷപ്പിന്റെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രേണു സുധിയെ ചുറ്റിപ്പറ്റിയുള്ള വിഷയമാണ്. കാരണം രേണുവിന്റെ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ബിഷപ്പ് ഈ ഒരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലും പല രീതിയിലുമുള്ള വിമർശനങ്ങൾക്ക് ആ ഒരു തരത്തിലുള്ള സംഭവമായി മാറിയതെന്ന് പറയും. അത് തുടക്കത്തിൽ ഈ ബിഷപ്പ് ഈ പറയുന്ന രീതിയിൽ രേണു സുധിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. പിന്നെ രേണുവിന് ഇങ്ങനെ ഒരു അസുഖമാണ് എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഷപ്പ് തന്നെ രംഗത്ത് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് ഇടയിൽ തന്നെ പല രീതിയിലും ബിഷപ്പിനെതിരെ തന്നെ പല ആളുകളും വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന യൂട്യൂബേഴ്സ് തന്നെ പലരും ബിഷപ്പിനെതിരെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. കുറേയധികം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന ബിഷപ്പിനെതിരെ പറയുന്ന എന്തോ വോയിസ് റെക്കോർഡുകളും അതും ഇതൊക്കെ അത് ആ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. തന്റെ സമ്മതമില്ലാതെ വോയിസ് റെക്കോർഡോ അങ്ങനെ പുറത്ത് വിട്ടതിന്റെ ഒരു ഇതിലാണ് ഈ ഒരു കേസും കാര്യം എന്നാണ് ഒരു വീഡിയോയിൽ ബിഷപ്പ് പറയുന്നത് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ അത് ചുറ്റിപ്പറ്റിയാണെങ്കിൽ അത് ആരാണോ പുറത്ത് വിട്ടത് ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ഇപ്പോൾ അകത്തായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഈ മലപ്പുറത്ത് ഉള്ള ആ ഒരു യൂട്യൂബർ ആരാണ് എന്നുള്ളത് ബിഷപ്പ് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ബിഷപ്പ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ പുള്ളിക്കാരൻ അത് ആരുടെ പേരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം. മലപ്പുറമായതുകൊണ്ട് തന്നെയും പല പേരുകളും പലരുടെയും മനസ്സിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് ബിഷപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോ, അതായത് ബിഷപ്പിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു വോയിസ് റെക്കോർഡോ ബാക്കി കാര്യങ്ങളോ ഒക്കെ തന്നെയും പുറത്ത് വിട്ട ആ ഒരു പ്രമുഖ യൂട്യൂബർ എന്നുള്ള തരത്തിലാണ് ബിഷപ്പ് വെളിപ്പെടുത്തിയതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ആ പ്രമുഖ യൂട്യൂബർ എന്നുള്ളത് ബിഷപ്പ് തന്നെ വെളിപ്പെടുത്തേണ്ടതായിരുന്നു. ബിഷപ്പ് ആ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ബിഷപ്പ് ഇനിയിപ്പോൾ നിയമ പോരാട്ടത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ ആ പ്രമുഖ യൂട്യൂബറെ അകത്താക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്.